22 കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ച് ഈ റമദാനിൽ മക്കളെ കൂടെ നോമ്പ് നോൽക്കണമെന്ന് പ്രതീക്ഷിച്ചു വന്ന ഒരു മനുഷ്യൻ ഇന്നേക്ക് 16 ദിവസമായി ആശുപത്രിയില ലക്ഷക്കണക്കിന് രൂപ അവനാന്റെ കയ്യിൽ നിന്ന് പോയി. നിമിഷ നേരം കൊണ്ടാണ് പടച്ചറബിന്റെ തീരുമാനങ്ങൾ മാറി മാറി വരുന്നത്. നമ്മൾ എത്ര സൂക്ഷിച്ചാലും എതിരെ വരുന്നവന്റെ സൂക്ഷ്മതക്കുറവ് മതി നമ്മളെ ജീവിതത്തിൽ പരീക്ഷണങ്ങളായി തിരിച്ചടിക്കാൻ. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വരുന്നൊരു പ്രയാസം, പരീക്ഷണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ നിശ്ചയിച്ച റബ്ബിന്റെ ഖലാ അള്ളാഹു മാറ്റാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ലാ യുറുദ്ദുൽ ഖലാ ഇല്ല ദുആ. പ്രാർത്ഥന കൊണ്ടല്ലാതെ റബ്ബ് തീരുമാനിച്ചൊരു ഖലാ അള്ളാഹു മാറ്റൂല. ആ പ്രാർത്ഥനയാണ് റബ്ബിന്റെ അരികിലേക്ക് ഏറ്റവും സ്വീകരിക്കപ്പെടുന്നതും. അതുകൊണ്ടാണ് നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. എന്തിന്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് ശരണം തേടുന്നു നാഥ. എന്ത്? മിൻ സവാലി നിഅമതിക, ഇപ്പൊ കിട്ടുന്ന ഈ സമാധാനം നീങ്ങിപ്പോണ്ടെന്നാ മതി. നീ കോടീശ്വരനാക്കൊന്നും വേണ്ട റബ്ബേ, ഇന്ന ഭയങ്കര മനുഷ്യനാക്കൊന്നും വേണ്ട, ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് നാഥ, സുഖേടൊന്നുമില്ല, റാഹത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നുണ്ട്, വലിയ കടമൊന്നുമില്ല, ബാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് റബ്ബേ മിൻ സവാലി നിഅമതിക, നീ തന്നത്, നീ സമാധാനത്തോടെ എനിക്ക് അനുഭവിക്കാൻ തന്നത് ഇനി തിരിച്ചെടുക്കരുത്. കാരണം ഒന്ന് പടച്ചോൻ കൊണ്ടുപോയാ തീർന്നു കഥ. എന്തെങ്കിലും ഒരു അവയവം അള്ള പ്രവർത്തനം നിലപ്പിച്ചാൽ അതോടെ തീർന്നു, പിന്നെ ആശുപത്രിയായിട്ട് കെട്ടിമറിയേണ്ടി വരും. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് അത്രയേറെ ശക്തിയുണ്ട് എന്ന് പറയാനുള്ള കാരണം. ആ പ്രാർത്ഥന റബ്ബിന്റെ അരികിലേക്ക് ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒരു മാസത്തിലൂടെ, ദിവസത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാന 10 ഏഴാം ആകാശത്ത് നിന്ന് 1-ാം ആകാശത്തേക്ക് വന്ന് റബ്ബ് കൈ നീട്ടുന്ന ഏറ്റവും മനോഹരമായ ദിവസത്തിലേക്ക്. ആ ദിവസം റൂട്ടുകളിൽ തീർക്കുന്നവർ, പാർക്കുകളിൽ തീർക്കുന്നവർ, ഷോപ്പിംഗ് മാളിൽ തീർക്കുന്നവർ, അതിനേക്കാൾ ഏറെ തിന്നും കുടിച്ചും രവിച്ചും ആസ്വദിച്ചും രാവ് പകലാക്കുന്നവർ നാഥന്റെ നേരെ കൈ നീട്ടി, നാഥ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, നീയാണ് റബ്ബേ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ. ചെയ്തു പോയിട്ടുണ്ട് നാഥ 1000 പാപങ്ങൾ. നമ്മളാരും മൗസൂമിങ്ങളൊന്നുമല്ല, വലിയ മുത്തഖികളൊന്നുമല്ല. നിസ്കരിക്കലും നോമ്പുവൽക്കലൊക്കെ ഉണ്ടെങ്കിലും നാവുകൊണ്ടും സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു എന്നവര്. അതുകൊണ്ട് റബ്ബേ ചെയ്തതെല്ലാം നിന്റെ മുൻപിലേക്ക് ഞാൻ ഏറ്റുപറഞ്ഞു എന്ന് ഹൃദയം തുറന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങൾ. അള്ളാന്റെ നബി തങ്ങൾ പോലും ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ടായിരുന്നു. ഇന്ന് നേരം വെളുത്തിട്ട് വേണ്ട, കഴിഞ്ഞ 10 ദിവസത്തിന്റെ ഇടയ്ക്ക് ഒരു 100 തവണ പറഞ്ഞ പോലെ എത്ര ആളുണ്ട്? അങ്ങനെ ഹൃദയം റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ട നിമിഷങ്ങൾ, സമയങ്ങൾ.